ദേശവിശ്വാസികളെ നമസ്കാരം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശകരമായി അവസാനം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവരവരുടെ അണികൾക്ക് ആവേശം പകർന്നുകൊണ്ട് VS അച്യുതാനന്ദൻ കണ്ണൂരിലും AK ആന്റണി തിരുവനന്തപുരത്തും പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. നാട്ടുവോട്ടിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആദ്യഘട്ട വോട്ടെടുപ്പിന് 5 ദിവസം കൂടി. മുൻനിര നേതാക്കളുടെ പ്രചാരണത്തിൽ വീറും വാശിയുമേറി. കണ്ണൂരിൽ VS അച്യുതാനന്ദന് ആവേശകരമായ സ്വീകരണം. തിരുവനന്തപുരത്ത് AK ആന്റണിയുടെ തീരദേശ റോഡ് ഷോ. BJP പ്രചാരണത്തിന് കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ. പ്രചാരണത്തിൽ ജാതി രാഷ്ട്രീയം പ്രധാന ചർച്ചാ വിഷയം. ജാതി രാഷ്ട്രീയത്തെ നേരിടാൻ തന്ത്രങ്ങൾ മെനഞ്ഞ് LDFും UDFും. മുസ്ലിം ലീഗുമായി CPM ഒരു സഖ്യവും ഉണ്ടാക്കില്ലെന്ന് പാലൊളി മുഹമ്മദ് കുട്ടി. സമ്പന്നർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന വർഗീയ പാർട്ടിയെന്നും പാലൊളി. കൊച്ചി കോർപ്പറേഷനിൽ ഭരണ തുടർച്ചയ്ക്കായി വികസന മുദ്രാവാക്യവുമായി UDF. അഴിമതി പ്രചാരണ വിഷയമാക്കി ഭരണം തിരിച്ചുപിടിക്കാൻ LDF. ഇടുക്കി ജില്ലയിൽ ഇരുമുന്നണികളും ആത്മവിശ്വാസത്തിൽ. കോഴിക്കോട് നിലനിർത്താൻ LDFും അട്ടിമറിക്കാൻ UDFും. കൊല്ലത്ത് പ്രകടന പത്രികയില്ലാതെ UDF. ആദ്യം ഇന്നത്തെ സംഭവ വികാസങ്ങളുടെ സമഗ്ര ചിത്രവുമായി ഇന്ന് ഇങ്ങനെ. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ടം വോട്ടെടുപ്പിന് ഇനി 5 ദിനങ്ങൾ കൂടി. നവംബർ 2-ന് 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രചരണ രംഗത്ത് വീറും വാശിയും ഏറുകയാണ്. മുൻനിര നേതാക്കളെല്ലാം രംഗത്തിറക്കിയാണ് മുന്നണികളും പാർട്ടികളും പ്രചാരണ രംഗത്ത് മുന്നേറുന്നത്. LDFിന്റെ പ്രചാരണ നേതൃത്വം VS അച്യുതാനന്ദനാണ്. കോടിയേരി ബാലകൃഷ്ണന്റെയും പിണറായി വിജയന്റെയും കാനം രാജേന്ദ്രന്റെയും സജീവ സാന്നിധ്യവുമുണ്ട്. AK ആന്റണിയും ഉമ്മൻചാണ്ടിയുമാണ് കോൺഗ്രസിന്റെ തുറപ്പുചീട്ട്. VM സുധീരനും രമേശ് ചെന്നിത്തലയും KM മാണിയും PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും പ്രചാരണത്തിൽ സജീവമായി രംഗത്തുണ്ട്. SNDPയുമായുള്ള ധാരണയിലാണ് ഇത്തവണ BJPയുടെ പ്രതീക്ഷ. കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും പ്രചരണ രംഗത്തുണ്ട്. ബീഫ് നിരോധം ഉൾപ്പെടെയുള്ള ദേശീയ രാഷ്ട്രീയ വിവാദങ്ങളും സജീവ പ്രചാരണ വിഷയങ്ങളാണ്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് വയനാട് തിരുനെല്ലിയിൽ പോസ്റ്ററുകളും ലഘുലേഖകളും വിതരണം ചെയ്തു. മാവോയിസ്റ്റ് പ്രസിദ്ധീകരണമായ കാട്ടുതീയുടെ പേരിലാണ് പോസ്റ്റർ പതിച്ചത്. ഇത്രയുമാണ് തിരഞ്ഞെടുപ്പ് രംഗത്തു നിന്നുള്ള ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോൾ വിവരങ്ങൾ നൽകാനായി തയ്യാറാണ്. കൊച്ചിയിൽ നിന്ന് രാജീവ് രാമേന്ദ്രൻ, തിരുവനന്തപുരത്ത് നിന്ന് K സജീഷ്, കൊല്ലം ജില്ലയിൽ നിന്ന് KR ഗോപികൃഷ്ണൻ എന്നിവരാണ് തയ്യാറായി നിൽക്കുന്നത്. ആദ്യം സജീഷ്, തിരുവനന്തപുരത്ത് എന്താണ് ഇപ്പോഴത്തെ നില? ഏത് തരം രാഷ്ട്രീയ കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത്? സനീഷ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന്റെ പോളിംഗിന് ഇനി 5 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം അടിമുടി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ആദ്യഘട്ടത്തിൽ പ്രചാരണത്തിൽ ദിശതെറ്റിയ അവസ്ഥയിലായിരുന്നു ഇടത് വലത് മുന്നണികളും BJPയും ഉണ്ടായിരുന്നത്. ബാർകോഡ് ഉൾപ്പെടെയുള്ള അഴിമതി വിഷയങ്ങൾ ഇടതുമുന്നണിയോ വികസന വിഷയങ്ങൾ UDF ഉന്നയിക്കാതെ പ്രാദേശിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമായിരുന്നു ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. പക്ഷേ അതിനാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ മാറ്റം വരികയും വളരെ തീവ്രമായ പ്രചാരണത്തിലേക്ക് ഇരു മുന്നണികളും BJPയും എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഴിമതി, ഒപ്പം തന്നെ വികസന വിഷയങ്ങൾ, അതിനൊപ്പം തന്നെയാണ് BJP SNDP സഖ്യം ഉൾപ്പെടെയുള്ള വർഗീയ വിഷയങ്ങളും ബീഫ് ഫെസ്റ്റിവലിലുള്ള ദേശീയ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകൊള്ളിക്കിയ വിഷയങ്ങളും ഈ പ്രചാരണത്തിലേക്ക് എത്തുന്നത്. LDFനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയിക്കേണ്ടത് അതിനിർണായകമാണ്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ള ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ ഇത് ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആത്മവിശ്വാസത്തോടുകൂടി ഇരു മുന്നണികൾക്കും പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ള കരുതലും ജാഗ്രതയും പ്രചാരണത്തിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇരു മുന്നണികളും മുന്നോട്ട് പോകുന്നത്.
LDF-ന് വേണ്ടി VS അച്യുതാനന്ദനാണ് പ്രചാരണത്തിന്റെ ചുമതല നയിക്കുന്നത്. അദ്ദേഹം BJP-ക്കും SNDP സഖ്യത്തിനുമെതിരെയും സർക്കാരിനെതിരെയും നടത്തുന്ന രൂക്ഷമായ ആക്രമണം വർദ്ധിച്ച ആത്മവിശ്വാസം LDF ക്യാമ്പിന് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണം നടത്തി കഴിഞ്ഞു. UDF-ലാകട്ടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC അധ്യക്ഷൻ VM സുധീരനും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രചാരണത്തിനായി സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കഴിഞ്ഞു. ഒപ്പം തന്നെ AK ആന്റണി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരെയും പ്രചാരണത്തിലെത്തിയാണ് UDF പ്രചാരണം കൊഴുപ്പിക്കുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം SNDP-യുമായുള്ള സഖ്യം ആദ്യഘട്ടത്തിൽ വലിയ ആവേശം നൽകിയിരുന്നെങ്കിലും പിന്നീട് ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും രൂക്ഷമായ ആക്രമണത്തെ തുടർന്ന് അവർക്ക് അതിൽ നിന്ന് അല്പമെങ്കിലും പിൻവാങ്ങേണ്ടി വന്നു എന്നത് വസ്തുതയാണ്. എങ്കിൽ പോലും പലയിടങ്ങളിലും SNDP-യുമായി സഖ്യമുണ്ടാക്കി പരമാവധി ഹിന്ദു സമുദായ സംഘടനകളുടെ വോട്ട് സമാഹരിച്ച് പരമാവധി ഇടങ്ങളിൽ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ BJP തിരിച്ചു വരാം സജീഷ് താങ്കളിലേക്ക്. രാജീവ്, എറണാകുളത്ത് ഈ പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയാണോ വോട്ടർമാർ ചർച്ച ചെയ്യുന്നത്? സവിശേഷമായി ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സനീഷ്, എറണാകുളത്ത് പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ തീർച്ചയായും ചർച്ചയാകുന്നുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും എന്ന പോലെ എറണാകുളത്തും ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാകുന്നുണ്ട്. ദാദ്രി സംഭവത്തിന് ശേഷമുണ്ടായ ബീഫുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദവും കേരള ഹൗസിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലീസ് നടപടിയും എല്ലാം ഇന്നും ഇന്നലെയുമായി ചർച്ചകളിൽ വരുന്നുണ്ട്. എങ്കിൽ പോലും കൊച്ചിയിൽ പ്രധാനമായും കൊച്ചി കോർപ്പറേഷനിൽ സവിശേഷമായും വികസനം എന്ന അജണ്ട മുന്നോട്ട് വെച്ചാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 5 വർഷമായി തുടരുന്ന വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരും കൊച്ചി കോർപ്പറേഷനും തുടരുന്ന വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണ തുടർച്ച എന്ന മുദ്രാവാക്യമാണ് അവർ ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷമാകട്ടെ അഴിമതി, മേയറുടെ കെടുകാര്യസ്ഥത, മേയറുടെ വിദേശയാത്രകൾ, ഫോർട്ട് കൊച്ചിയിലെ ബോട്ട് ദുരന്തത്തിൽപ്പെട്ട ബോട്ടിന് അനധികൃതമായി അനുമതി നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്. BJP ആവട്ടെ SNDP-യുമായി ചില പോക്കറ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധത്തെ ആശ്രയിച്ചും ഈ പുതിയ മോദിയുടെ ഭരണകാലത്തെ ഇന്ത്യ എന്ന ഈ കാലത്തിലേക്ക് വരുമ്പോൾ BJP-ക്ക് ഉണ്ടാകുന്ന ഒരു വലിയ ഊർജത്തെ കൂടി ഈ തെരഞ്ഞെടുപ്പിന് ഉപയോഗപ്പെടുത്താവുന്ന തരത്തിൽ അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങളെ പുനഃക്രമീകരിച്ചിട്ടുമുണ്ട്. ഇതാണ് കൊച്ചിയിൽ നിന്നുള്ള ഒരു പൊതുചിത്രം. സനീഷ്, ഗോപികൃഷ്ണൻ, എന്താണ് കൊല്ലത്തെ അവസ്ഥ? കൊല്ലത്തെ രാഷ്ട്രീയ ചർച്ച ഏതൊക്കെ വിഷയങ്ങളെ ഉദ്ദേശിച്ചാണ്, കേന്ദ്രീകരിച്ചാണ്? ഒപ്പം മറ്റ് പ്രാദേശികമായ വിഷയങ്ങൾ ഏത് വിധത്തിൽ നിർണായകമാകും അവിടെ? സനീഷ്, രാജീവ് രാമചന്ദ്രൻ കൊച്ചിയിൽ നിന്നും സജീഷ് തിരുവനന്തപുരത്ത് നിന്നും നൽകിയ ചിത്രത്തിൽ നിന്ന് ഏറെക്കുറെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ചിത്രമാണ് കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുമ്പോൾ നൽകാൻ കഴിയുക. പൊതു ചർച്ചാ വിഷയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പൊതു ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ കൂടുതലായി വികസനം, അതേപോലെ തന്നെ കൊല്ലത്തിന്റെ പ്രാദേശിക വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് കൊല്ലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത്, നമുക്കറിയാം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ മേൽക്കൈ ഉണ്ടായിരുന്ന ജില്ലയാണ് കൊല്ലം. ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം കൊല്ലത്ത് നടക്കുന്നത് കൊല്ലം കോർപ്പറേഷനിലേക്കാണ്. അതിന്റെ ഏറ്റവും സാങ്കത്യമുള്ളതാക്കി മാറ്റുന്നത് കൊല്ലം കോർപ്പറേഷനിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോരാട്ടത്തിൽ ഇത്തവണ കഴിഞ്ഞ ഇടതുപക്ഷത്തിന് എല്ലാ കാലത്തും ശക്തി നൽകിയിരുന്ന RSP ഇത്തവണ UDF-നൊപ്പമാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSP-യുടെ അക്കൗണ്ടിൽ UDF-ന് നേടാൻ കഴിഞ്ഞിട്ടുള്ള വിജയത്തിന്റെ തുടർച്ച കോർപ്പറേഷനിലെ കാര്യത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ UDF വെച്ചു പുലർത്തുന്നുണ്ട്. 15 വർഷമായി കൊല്ലം കോർപ്പറേഷന്റെ ആധിപത്യം ഉറപ്പിച്ചിരുന്ന LDF-ന് RSP നഷ്ടമാകുന്നതോടുകൂടി ഇത്തവണ തിരിച്ചടി നൽകാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് UDF-നുള്ളത്. സ്വാഭാവികമായും വികസനം, അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രചാരണം നടക്കുമ്പോൾ തന്നെ ബീഫ് നിരോധനം ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ വിമർശിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രചാരണത്തിൽ ഇടതുമുന്നണി കേന്ദ്രീകരിക്കുന്നുണ്ട്. എന്നാൽ UDF മുഖ്യമായും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് അഴിമതിയും കെടുകാര്യസ്ഥതയും വികസനവുമാണ്. കൊല്ലത്തെ സംബന്ധിച്ച് നമുക്കറിയാം SNDP-യുടെ ആസ്ഥാനമാണ് കൊല്ലം. അതുപോലെ തന്നെ കയർ, കശുവണ്ടി മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഇടമാണ് കൊല്ലം. അതോടൊപ്പം തന്നെ RSP-ക്ക് ശക്തമായ വേരോട്ടമുള്ള സ്ഥലമാണ് കൊല്ലം. ഇതെല്ലാം തന്നെ കൊല്ലത്തെ തെരഞ്ഞെടുപ്പിനെ, കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ സവിശേഷമാക്കി തീർക്കുന്നുണ്ട്. ഗോപികൃഷ്ണൻ വിവരങ്ങൾ നൽകിയതിനൊപ്പം ശ്രീ രാജീവ് രാമേന്ദ്രൻ, K സജീഷ് എന്നിവർക്കും വിവരങ്ങൾ നൽകിയതിന് നന്ദി. മറ്റൊരു വാർത്തയിലേക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി പ്രചാരണത്തിന് കണ്ണൂർ ജില്ലയിലെത്തിയ VS അച്യുതാനന്ദന്
പ്രവർത്തകരുടെ ആവേശകരമായ സ്വീകരണം. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിന്ന ശേഷം ഇതാദ്യമായാണ് VS ജില്ലയിലെത്തുന്നത്. ആലക്കോട്, തളിപ്പറമ്പ്, ശ്രീകണ്ഠാപുരം, ഇരിട്ടി, കണ്ണൂർ എന്നിവിടങ്ങളിലെ പ്രചാരണ യോഗങ്ങളിലാണ് VS പങ്കെടുക്കുന്നത്. ആലക്കോട് ആദ്യ പ്രചാരണ യോഗത്തിനെത്തിയ VSന് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. ഒരു വശത്ത് ശബരിമല ശാസ്താവിന്റെ ഫോട്ടോ, മറുവശത്ത് മഗ്ദലന മറിയത്തിന്റെ ഫോട്ടോ. ഇങ്ങനെ പേരിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ആരാണ്? മലയോര മേഖലകളിൽ റബ്ബർ വിലയിടിവും കാർഷിക പ്രശ്നങ്ങളുമായിരുന്നു VS പ്രധാനമായും ഉയർത്തിക്കാട്ടിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ VS തന്നെ പ്രചാരണം നയിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി P ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഫസൽ വധക്കേസിൽ പ്രതികളായ കാരായി രാജനും ചന്ദ്രശേഖരനും മത്സരിക്കുന്ന മേഖലകളിലെ പ്രചാരണ യോഗങ്ങളിൽ VS പങ്കെടുക്കുന്നില്ല. മീഡിയ 1 കണ്ണൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എല്ലാ മുന്നണികളും പ്രചാരണം കൊഴുപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. തിരുവനന്തപുരത്ത് AK ആന്റണിയുടെ റോഡ് ഷോയാണ് UDFുകാർ തീരദേശ വാർഡുകൾക്കായി സംഘടിപ്പിച്ചത്. എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും പ്രത്യേകതയാണ് AK ആന്റണിയുടെ തീരദേശ റോഡ് ഷോ. ഇത്തവണയും ആവേശമിളക്കിയാണ് റോഡ് ഷോ കടന്നുപോയത്. തീരദേശ വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമായിരുന്നു AK ആന്റണിയുടെ റോഡ് ഷോ. ഓരോ പ്രദേശത്തെയും UDF സ്ഥാനാർത്ഥികൾ അതത് സ്ഥലങ്ങളിൽ AK ആന്റണിക്കൊപ്പം തുറന്ന ജീപ്പിൽ കയറി. ഓരോ സ്ഥലവും അനുസരിച്ച് അനൗൺസ്മെന്റും മാറി. ഭീമാപള്ളി വാർഡിൽ നിന്നും മത്സരിക്കുന്ന ഭീമാപള്ളി കോർപ്പറേഷനിലെ ഭരണത്തിന് മാത്രമല്ല UDF സർക്കാരിന്റെ തുടർച്ചയ്ക്കും വോട്ട് ചെയ്യണമെന്നായിരുന്നു ആന്റണിയുടെ അഭ്യർത്ഥന. തിരുവനന്തപുരം നഗരത്തിൽ നല്ല ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നഗരത്തെ വീണ്ടും പഴയകാല പ്രതാപത്തിലേക്ക് എത്തിച്ച് ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കോർപ്പറേഷൻ UDFനുണ്ടാകണം. പൊതുവെ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായ തീരദേശ വാർഡുകളിൽ റോഡ് ഷോ കൂടി എത്തിയതോടെ ആവേശം വർദ്ധിച്ചു. പൂന്തുറ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഭീമാപള്ളി വലിയതുറ പ്രദേശങ്ങൾ കറങ്ങി വേളിയിൽ അവസാനിച്ചു. മീഡിയ 1 തിരുവനന്തപുരം. നാട്ടുവോട്ട് തുടരുകയാണ്. 7 ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലാണ്. ജാതി രാഷ്ട്രീയം ഇത്തവണ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. SNDPയുടെ ഇടപെടലോടെ പ്രസക്തമായി മാറിയ ഈ സംഗതിയെ എങ്ങനെ അതിജീവിക്കും, തങ്ങളുടെ തന്ത്രങ്ങൾ മതിയാകുമോ ഇക്കാര്യങ്ങൾക്ക് എന്ന ആശങ്കയിലാണ് ഇരുമുന്നണികളും. തൃശൂർ ജില്ലയിലെ കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ ഒരു LDF സ്ഥാനാർത്ഥി പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകിയിരിക്കുന്ന പരാതിയാണിത്. തന്നെയും മുന്നണിയെയും അപകീർത്തിപ്പെടുത്താൻ വാർഡിലെ ഓരോ ജാതി വിഭാഗങ്ങൾക്കും പ്രത്യേകം ഊമക്കത്തുകൾ അയച്ചിരിക്കുന്നുവെന്നാണ് പരാതി. ഈ തെരഞ്ഞെടുപ്പിൽ ജാതി പല വിഷയങ്ങളിൽ ഒന്നല്ല, മുഖ്യ വിഷയം തന്നെയാകുന്നുവെന്നതിന്റെ സൂചനയായി വേണം ഈ പരാതിയെയും കാണാൻ. SNDP യോഗവും BJPയും തമ്മിൽ പലയിടത്തും ഉണ്ടാക്കിയിട്ടുള്ള ധാരണയാണ് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളെ ജാതി രാഷ്ട്രീയത്തിന് മുഖാമുഖം നിർത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരും കാലങ്ങളിൽ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇടതുപക്ഷം ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. ആളുകളെ അട്രാക്ട് ചെയ്യുന്നതിനുള്ള പുതിയ പദ്ധതികൾ ഉണ്ടാക്കേണ്ടി വരും. BJP വോട്ടുകളിൽ ഇത്തവണ വലിയ വർധനയുണ്ടാകില്ലെന്ന് വിശദീകരിക്കുന്ന LDFും UDFും പക്ഷേ ജാതി തുറന്നു പറഞ്ഞുകൊണ്ടുള്ള SNDPയുടേത് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അസ്വസ്ഥരാണ്. ഇത് പരസ്യമായി പറയുന്നു. ജാതിമത സംഘടനകളെ ഒരിക്കലും കോൺഗ്രസ് അതേ അർത്ഥത്തിൽ അംഗീകരിക്കാറില്ല. ആ ജാതിമത സംഘടനകളെ ഒരിക്കലും കോൺഗ്രസ് എതിർത്തിട്ടില്ല. ഇത് തൃശൂർ ജില്ലയുടെ മാത്രം രാഷ്ട്രീയ ചിത്രമല്ല. കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും സ്ഥിതി ഇതുതന്നെയാണ്. ജാതി രാഷ്ട്രീയം അണിയറയിൽ നിന്നും മറനീക്കി പുറത്തുവരുന്ന കാഴ്ചയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്നത്. ജാതി എന്ന സാമൂഹ്യ യാഥാർത്ഥ്യത്തെ എങ്ങനെ നേരിടണമെന്ന വ്യക്തത നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ല എന്നും തൃശൂരിൽ നിന്നുള്ള ഈ അനുഭവങ്ങൾ വ്യക്തമാക്കി തരുന്നു. തൃശൂരിൽ നിന്ന് രാജീവ് രാമചന്ദ്രൻ, മീഡിയ 1. സ്വന്തം നേട്ടത്തിന് വർഗീയത ആയുധമാക്കുകയും സമ്പന്നർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്യുന്ന മുസ്ലിം ലീഗുമായി പാർട്ടി ഒരു തരത്തിലുള്ള സഖ്യവും ഉണ്ടാക്കില്ലെന്ന് CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി. മീഡിയ 1 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് പാലോളിയുടെ പ്രതികരണം. അവരുടെ നിലനിൽപ്പിനും അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ടാക്കാനും അധികാരത്തിലേക്ക് കയറാനും ആവശ്യം വരുമ്പോൾ വർഗീയത ഉപയോഗിക്കും. അതല്ലാതെ ഒരു വർഗീയ പാർട്ടിയായിട്ട് ലീഗിനെ കാണണ്ട. അപ്പോൾ അത്തരമൊരു കോഴിക്കോട് ജില്ലയിൽ മത്സരം കടുത്തു. LDFന് മുൻതൂക്കമുള്ള ജില്ലയിൽ കഴിഞ്ഞ തവണത്തെ മുന്നേറ്റം പ്രതീക്ഷിച്ചു തന്നെയാണ് UDF അംഗക്കളത്തിൽ ഇറങ്ങുന്നത്.
2005 വരെ ഇടതിനൊപ്പം നിന്ന ചരിത്രമാണ് കോഴിക്കോടിനുള്ളത്. 2010 തെരഞ്ഞെടുപ്പോടെ ഈ ചിത്രം മാറി. ജില്ലാ പഞ്ചായത്തിൽ LDF മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഒരൊറ്റ സീറ്റിന്റെ ബലത്തിലാണ് ഇടതുമുന്നണിക്ക് ഭരണം ലഭിച്ചത്. ഇത്തവണ നില മെച്ചപ്പെടുത്തി ഭരണം നിലനിർത്താമെന്ന് LDF കണക്കുകൂട്ടുമ്പോൾ അട്ടിമറിയിലൂടെ ഭരണം പിടിക്കാമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. വടകരയും കൊയിലാണ്ടിയുമാണ് LDFന് മുൻതൂക്കമുള്ള മുനിസിപ്പാലിറ്റികൾ. കൊയിലാണ്ടിയിൽ CPM വിമതരും വടകരയിൽ RMP UDF കൂട്ടുകെട്ടും ചേർന്നുള്ള പ്രശ്നങ്ങൾ മറികടന്നാൽ ഭരണം വീണ്ടും ഇടതുഭാഗത്തേക്കെത്തും. മുക്കത്തും ഈ പ്രതീക്ഷ LDFനുണ്ട്. രാമനാട്ടുകര, കൊടുവള്ളി, ഫറോക്ക് തുടങ്ങിയ പുതിയ മുനിസിപ്പാലിറ്റികളിൽ വിജയം കൊയ്യാമെന്ന UDF പ്രതീക്ഷയ്ക്ക് പരസ്പരമുള്ള പഴിചാരലും റിബലുകളും മങ്ങലേൽപ്പിക്കുന്നു. അതേസമയം പയ്യോളിയിൽ UDFന് മുൻതൂക്കമുണ്ട്. 75 ഗ്രാമപഞ്ചായത്തുകളിൽ 38-ൽ UDFും 36-ഇടത്ത് LDFുമാണ് ഭരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഇത്തവണ UDF തീർച്ചയായും പിടിച്ചെടുക്കും. അതുപോലെ അനുകൂലമായ അന്തരീക്ഷമാണ് എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുള്ളത്. ഈ 9 എണ്ണം മാത്രമാണ് അന്ന് UDFന് ലഭിച്ചത്. ആ ഒരു സ്ഥിതിയിലേക്ക് UDF പരിമിതപ്പെടാൻ പോകുന്നു. ആ ലക്ഷ്യം കൈവരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒഞ്ചിയം, ഏറാമല, അഴിയൂർ പഞ്ചായത്തുകളിലെ ഭരണം പിടിച്ചെടുക്കുകയാണ് CPMന്റെ വലിയ ലക്ഷ്യം. ജില്ലയിലെ 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 8 എണ്ണത്തിലും അധികാരത്തിലുള്ളത് LDF ആണ്. 4 എണ്ണം UDFും ഭരിക്കുന്നു. 2005-ലെ തെരഞ്ഞെടുപ്പിൽ ഒരു ബ്ലോക്കിൽ പോലും വിജയിക്കാതിരുന്ന UDF 2010-ലെ പോലെ തുടർജയം പ്രതീക്ഷിക്കുന്നു. BJPയും പോരാട്ടവേദിയിൽ സജീവമായുണ്ട്. പല പഞ്ചായത്തുകളിലും കോഴിക്കോട് BJP ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെൽഫെയർ പാർട്ടി, STPI എന്നീ ചെറുപാർട്ടികളും സജീവമായി മത്സരരംഗത്തുണ്ട്. ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്. കൊച്ചിയുടെ വികസന തുടർച്ച എന്ന മുദ്രാവാക്യവുമായാണ് കോർപ്പറേഷനിൽ UDF ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. 3 പതിറ്റാണ്ടിന് ശേഷം കഴിഞ്ഞ തവണ കൈവിട്ടുപോയ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് LDF. പുതിയ ജാതി സമവാക്യങ്ങൾ വഴി നഗരസഭയിലെ നിർണായക സാന്നിധ്യമാകാനാണ് BJPയുടെ ശ്രമം. കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ നടപ്പിലായ വൻകിട വികസന പദ്ധതികളാണ് UDFന്റെ പ്രധാന പ്രചാരണ വിഷയം. ഈ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. റോഡുകളുടെ പരിപാലനത്തിൽ ഞങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ചു. എല്ലാ വാർഡുകളിലും ഏതാണ്ട് 400 കോടിയോളം രൂപ പ്രാദേശിക ഡിവിഷൻ തല വികസന പ്രവർത്തനങ്ങൾ, അത് ഖാന പണിയുന്നതിന് വേണ്ടി, റോഡുകൾ ശരിയാക്കുന്നതിന് വേണ്ടി, തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഒരു ഡിവിഷനിലും ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമായ പ്രാദേശിക വികസനത്തിന് ഇത്രയും തുക 400 കോടി രൂപ ചെലവഴിച്ച ഒരു കൗൺസിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്നാൽ കോർപ്പറേഷൻ ഭരണത്തിലെ അഴിമതി ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം ഇതിനെ പ്രതിരോധിക്കുന്നത്. ഫോർട്ട് കൊച്ചി ദുരന്തത്തിൽപ്പെട്ട പഴയ ബോട്ടിന് ഗതാഗതാനുമതി നൽകിയതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് LDF ഉന്നയിക്കുന്നത്. ഈ കോർപ്പറേഷൻ്റെ ലെവലിൽ തന്നെയുള്ള അഴിമതി ആരോപണങ്ങൾ, പിന്നെ അത് എല്ലാവരും ഒരുപോലെ അറിഞ്ഞ ചില കാര്യങ്ങളാണ്. അതിനെപ്പറ്റിയിട്ടുള്ള ചർച്ചകൾ, അതിനെപ്പറ്റിയിട്ടുള്ള തർക്കങ്ങൾ, അതിനെ തുടർച്ചയായിട്ടുണ്ടായിരിക്കുന്ന സമരങ്ങൾ, ഇതെല്ലാം തന്നെ ഇവിടുത്തെ ജനങ്ങൾ അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. നിശിതമായി വിലയിരുത്തപ്പെടുന്ന കോർപ്പറേഷൻ ഭരണത്തിനൊപ്പം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കൊച്ചിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമായി സ്വാധീനിച്ചേക്കും. മുൻ കൗൺസിലർമാരും അവരുടെ ഭാര്യമാരും ഉൾപ്പെടെ 22 റബലുകളാണ് കൊച്ചിയിൽ UDFനെ വെല്ലുവിളിക്കുന്നത്. CPMന്റെ ഒരു മുൻ കൗൺസിലറും റബലായി രംഗത്തുണ്ട്. നിലവിലെ കൗൺസിലറായ BJP നേതാവ് ശ്യാമള S. പ്രഭുവിനെതിരെയും സ്വന്തം പാളയത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജനങ്ങൾ നൽകുന്ന അംഗീകാരം, അവരുടെ വിധിയെഴുത്ത്, അതാണല്ലോ ഏറ്റവും വലിയ പ്രചോദനം ഞങ്ങൾക്ക്. SNDP യോഗവുമായുണ്ടായ പുതിയ അടുപ്പം പള്ളുരുത്തി അടക്കമുള്ള CPM ശക്തി കേന്ദ്രങ്ങളിൽ അനുകൂലമാവുമെന്ന പ്രതീക്ഷയാണ് BJPക്കുള്ളത്. പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ട ആത്മവിശ്വാസത്തിലാണ് P. രാജീവിന്റെ നേതൃത്വത്തിൽ CPM തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേസമയം കോർപ്പറേഷനിലെ ഭരണവിരുദ്ധ വികാരത്തെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന വൻകിട പദ്ധതികൾ മുൻനിർത്തി തടയിടാമെന്ന കണക്കുകൂട്ടലുമായാണ് UDF നീങ്ങുന്നത്. കൊച്ചിയിൽ നിന്ന് രാജീവ് രാമചന്ദ്രൻ, മീഡിയ 1. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ മലബാറിലെ മതിലും കാറും ബൈക്കുമൊക്കെ പച്ച കളറിൽ മുങ്ങി നിൽക്കുന്ന കാഴ്ചകൾ നിത്യസംഭവമാണ്. മലപ്പുറത്ത് ഇലക്ഷൻ ചൂട് കനത്തപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ പഞ്ചായത്ത് റോഡിന് പച്ച കളറടിച്ചു. പച്ചയടിച്ച വള്ളിക്കുന്ന് പഞ്ചായത്തിലെ കുറ്റിപ്പറമ്പ് റോഡിന്റെ കോലം കാണാം, ഒപ്പം വിവാദങ്ങളും. വലിയ വാശിയിൽ മത്സരം നടക്കുകയാണ് വള്ളിക്കുന്ന് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ. പ്രചരണത്തിൽ ഇരുപക്ഷവും കൊണ്ടും കൊടുത്തും മുന്നേറുന്നതിനിടെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഒരു പടി മുന്നിൽ കയറിയത്. റോഡ് നിറയെ പച്ചപൂശി കോണിയും പാർട്ടി പതാകയും വരച്ചു വെച്ചു. എല്ലാ വാർഡിലും എല്ലാ സ്ഥലത്തും കാണുന്നതിന്റെ ഒരു ഭാഗമാണ്, അതല്ലാതെ ഈ ഭാഗത്തേക്കുള്ള മാത്രമായിട്ടുള്ളൊരു സംഗതിയല്ലത്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയുടെ വീട്ടിലേക്കുള്ള വഴി കൂടിയാണിത്.
അതുകൊണ്ട് തന്നെ സംഭവം ചെറിയ തോതിൽ വിവാദവുമായി. രാഷ്ട്രീയപരമായിട്ട് നേരിടാൻ കഴിയാതെ പണത്തിൻ്റെ മുമ്പ് ചിരിറ്റിൻ്റെ മറവിൽ ചെയ്താണ്. ഇപ്പോൾ ഇതിലെടുക്കുമ്പോൾ മിനിയാന്ന് പെയ്ത മഴയിൽ കണ്ടമാനം പെയിന്റ് ഇരിച്ചു വന്ന് മുറ്റത്തും കിണറ്റിലുമൊക്കെ പോയിട്ടുണ്ട്. സിമന്റ് കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിച്ച റോഡ് പച്ചയടിച്ചതിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള നീക്കങ്ങളും പ്രദേശത്ത് നടക്കുന്നുണ്ട്. വിവാദമായെങ്കിലും കളർ മായ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ലീഗ് പ്രവർത്തകർ. മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഈ റോഡ്. അതീന്ദ്ര ജിത്തുവിനൊപ്പം റഹീസ് റഷീദ്, മീഡിയ 1 മലപ്പുറം. കൊച്ചിയിൽ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDF വേണ്ടി MLA-മാരും സജീവമാണ്. അവരവരുടെ സ്വന്തം വാർഡുകളിൽ സജീവമായ പ്രചാരണ തിരക്കിലാണവർ. UDF-ന്റെ അവസാനഘട്ട പ്രചരണത്തിന് ജില്ലയിൽ ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നത് MLA-മാരാണ്. വീട് വീടാന്തരം കയറി വോട്ട് ചോദിക്കൽ മാത്രമല്ല, പ്രചരണത്തിന്റെ ഓരോ ഘട്ടവും സൂക്ഷ്മമായി വിലയിരുത്തുന്നുമുണ്ട്. നേരിട്ടും ഫോണിലൂടെയുമെല്ലാം പ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ നൽകി വിജയം ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് MLA-മാർ. ഞങ്ങൾക്ക് MLA-മാരൊക്കെ സമയം കണ്ടെത്തണമല്ലോ. പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യം, ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ ഏത് പ്രവർത്തനം ഉണ്ടായാലും ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ അതിൽ സഹകരിക്കാറുണ്ട്. എല്ലാ ഡിവിഷനിലും, എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട കോർപ്പറേഷൻ ഡിവിഷനിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി 43 ഡിവിഷനിലും പ്രാഥമിക റൗണ്ട് ഞാൻ എല്ലായിടത്തും ഓടിയെത്തി. ഇനിയും ഇതുപോലെ തന്നെ വീടുകൾ കയറി കഴിയുന്നത്ര ആളുകളെ നേരിട്ട് കാണുമെന്നാണ് ആഗ്രഹിക്കുന്നത്. രാവിലെ തന്നെ ഇവരും സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി കാണുന്നതിനാൽ MLA-മാർക്ക് അതിനുള്ള തയ്യാറെടുപ്പ് കൂടിയാണിത്. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി. സെൽഫിയോടെ നാട്ടുവോട്ട് പൂർണ്ണമാവുകയാണ്. ഞെരളത്ത് ഹരിഗോവിന്ദൻ അദ്ദേഹത്തിന്റെ നഗരസഭയായ ഷൊർണൂരിനെ കുറിച്ച് സംസാരിക്കുന്നു. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി കഴിഞ്ഞു. ഈ സമയത്ത് തന്റെ നിലപാടുകളുമായി നമ്മോടൊപ്പം ചേരുന്നത് പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ഹരിഗോവിന്ദനാണ്. ഒരു രാഷ്ട്രത്തിലെ ജനങ്ങൾ നിലനിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ അസംതൃപ്തരാകുമ്പോഴാണ് അവർ മറ്റൊരു ഭരണ സംവിധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുക. അങ്ങനെ അവർ സംതൃപ്തരാണെങ്കിൽ അവിടെ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിന്റെ തുടർച്ച അവർ നിലനിർത്തുകയും ചെയ്യും. പക്ഷെ കേരളത്തിന്റെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് എല്ലാ കാലത്തും 5 വർഷം അവർ ഒരിക്കലും ഒരു സംതൃപ്തരായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ഓരോ 5 വർഷം കഴിയുമ്പോഴും ഈ അസംതൃപ്തി ഇങ്ങനെ മാറി മാറി പ്രതിഫലിക്കുന്നത്. ഇത് കാലങ്ങളായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു നഗരസഭ തന്നെയാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ പുഴയുടെ തീരം ഇവിടെ വൈകുന്നേരം ആയാൽ അനവധി ആളുകൾ വന്ന് സമാധാനമായിട്ട് ഇരിക്കേണ്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അത്തരത്തിൽ നെഗറ്റീവായിട്ടുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും മാറിയിരിക്കാൻ ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താവുന്ന ഒരു തീരമാണ് ഈ ഭാരതപ്പുഴ തീരം. അതിന്റെ അവസ്ഥ ഇവിടെ നിന്നല്ല 5:30-6 മണി കഴിഞ്ഞാൽ പോലീസ് കൊണ്ട് ഇവിടെ ഓടിക്കുക ചെയ്യുന്നത്, അല്ലാണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കാനല്ല പോലീസ് നോക്കുന്നത്. പിന്നെ മറ്റൊന്ന്, റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് 100 കണക്കിന് വീട്ടുകാരുടെ വഴി ഇപ്പോഴും റെയിൽവേയുടെ വാശി കൊണ്ട് മാത്രം, വേറൊരു സാങ്കേതിക പ്രശ്നമില്ല, അത് പരിഹരിക്കാൻ മുനിസിപ്പാലിറ്റി ഇതുവരെയും ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. ഞാൻ മാനസികമായിട്ട് ഞാനൊരു ഇടതുപക്ഷ വിശ്വാസിയാണ്. പക്ഷെ ഇടതുപക്ഷത്തെ പ്രസ്ഥാനവൽക്കരിച്ച് എന്താ പറയാ, അത് ഒരു ജീവിതോപാധിയോ അല്ലെങ്കിൽ നേരം പോക്കോ ആയിട്ട് കാണുന്ന അത്തരം ആളുകളുടെ കൂട്ടത്തിൽ എനിക്ക് സഹകരിക്കാൻ പലപ്പോഴും പറ്റാറില്ല. ഞാൻ കോളേജില് 10-12 വർഷങ്ങളായിട്ട് വിജയിച്ചു വന്നിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് എതിരായിട്ട് മത്സരിച്ചിട്ട് 12 വർഷം അവർ ഇരുന്ന സിറ്റിംഗ് സീറ്റിൽ ഞാൻ ജയിച്ചിട്ട് വന്നിട്ടുണ്ട്. അന്ന് കോളേജ് പഠിക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ടുണ്ട്. ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ പിന്മാറുമ്പോൾ അതിൽ ശക്തമായി പങ്കെടുക്കുന്നവർ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളില്ലാത്ത ആളുകളാണെങ്കിൽ ആ പിന്മാറ്റവും അപകടം ചെയ്യും. അതുകൊണ്ട് ബദലിന് വേണ്ടി ശ്രമിക്കുക തന്നെയാണ് വേണ്ടത്. ബദലിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് ഇവിടെ ഉള്ളവർ മുഴുവൻ മോശം എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിരിക്കാൻ ഒന്നും ചെയ്യാത്തവനോ ഒന്നും ചെയ്യാത്തവൾക്ക് ഒരു അവകാശമില്ല. ജനഗണഗാനം മുഴക്കിടുവാനാ